ഇവിടെയുള്ളതിനെ ബുദ്ധിമുട്ടിക്കാൻ. ഇങ്ങോട്ട് തന്നേക്കൂ സാർ. ഇത് എന്നാ അഴുക്കാന്ന്? ഇതൊന്നും നമ്മുടെ ആരും ശ്രദ്ധിക്കുന്നില്ലയോ? വട്ടനാണെന്ന് തോന്നുന്നു. അതെ അതെ, അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും സർക്കാർ ഓഫീസ് വൃത്തിയാക്കുവോ? ഇങ്ങോട്ടിറങ്ങി വേണോ സാറിന് കരുതി നിന്നോണേ. ഞാൻ മോളിത് കണ്ടില്ലായിരുന്നു കേട്ടോ. അതൊക്കെ പൊടിയായിരുന്നു. എന്താ ഇത്? സോറി. ഇത് ആരാന്നറിയാവോ? തഹസിൽദാരാണ്, തഹസിൽദാർ. ആണോ? അയ്യോ എനിക്ക് സാറേ ഒരു മിനിറ്റ് കേട്ടോ. ബോംബാണോ? പൊട്ടുമ്പോ അറിയാം. അപ്പോയിന്റ്മെന്റ് ഓർഡറാ. എംപ്ലോയ്മെന്റ് വേക്കൻസിയിൽ വന്നതാ. പ്രിയദർശൻ എന്നാ പേര്. പ്രിയെന്ന് എല്ലാവരും വിളിക്കുന്നത്. തോന്നക്കാടാ കേട്ടോ സ്ഥലം. രാവിലെ 6 മണിക്ക് തന്നെ സെൻട്രൽ സ്റ്റേഷനിൽ വന്നായിരുന്നു. അവിടെ വെച്ചാൽ വല്യപ്പം ഗുളിയൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് നേരെ ഇങ്ങ് പോകും. അതൊക്കെ ശരി. താൻ എന്തിനാ ഇതിന്റെ മോളി വലിഞ്ഞു കയറിയത്? അത് ഈ സാറേ ഈ വീടും നമുക്ക് വൃത്തിയായിട്ട് ഇടുന്ന ഞങ്ങൾ തോന്നക്കാടുകാർക്ക് സഹിക്കല. അവിടെ ഓഫീസിന്റെ അവിടെ ഒക്കെ ഭയങ്കര കാടും പടലും വരുന്നേ. കുറെയൊക്കെ ഞാൻ വെട്ടി തെളിച്ചു. സാറേ പാമ്പൊക്കെ ഉണ്ടായിരുന്നേ. അത് വല്ല അണലിയായിരിക്കും, ഒന്നും ചെയ്യില്ലല്ലോ. സാറേ അതെ അവിടെ ഈ ഓഫീസിന്റെ ഫ്രണ്ടിലൊക്കെ ചുമ്മാ ഇങ്ങനെ കീറി സ്റ്റിക്കറെ കൊണ്ട് ഓടിക്കാം. ഇതിപ്പോ സാറോ ഇവിടുത്തെ സ്റ്റാഫ് ആരെങ്കിലും കീറി കളഞ്ഞാൽ മതിയല്ലോ. എനിക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. 10-15 വർഷമായിട്ടുള്ള ശീലമാണ്. ആണ്ടെ ഇപ്പോ ഷീറ്റ് അടിക്കുന്ന സമയം. നിന്നെ പോലെ ഒരാളെയാണ് എനിക്ക് ആവശ്യം. നീ വാ. പേര് മതി നടത്തിച്ചത്. ഏഴാമത്തെ 12ാമത്തെ സീനുകൾ ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്. അച്ഛൻ ഒന്ന് കേൾക്കണം. സീനുകൾക്ക് മാറ്റമുണ്ടെന്നല്ലാതെ തന്റെ കഥയിൽ ജീവിതമില്ല, ചിന്തയില്ല. ഒരാൾക്കുള്ളതല്ലേ ഉൾപ്പെടുത്താൻ പറ്റും. ഇന്റർവ്യൂ വരെ അച്ഛനെ ഒന്ന് കേട്ടു. ഇതെന്നാ കഷ്ടമാ എന്റെ കർത്താവ്. ഇവിടെ വൈശാഖന്റെ സ്വഭാവം മാറ്റരുത് കേട്ടോ. താനിത് മറ്റേതെങ്കിലും പ്രൊഡ്യൂസർക്ക് കൊടുക്കുക. അവരും കൂടെ ഒന്ന് അനുഭവിക്കട്ടെ. എന്നതാടോ അച്ചായ, ഞാൻ ഈ പടത്തിന് വേണ്ടി ലീവ് എടുത്ത് നിൽക്കുക. ഞാൻ ഒരു നല്ല പടത്തിന് വേണ്ടി കാത്തിരിക്കുക. 5-10 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ ഒരു തല്ലിപ്പൊളി കഥയ്ക്ക് ഞാൻ തലവെച്ച് കൊടുക്കുകയല്ല. ദൈവീതിന് കഥ പറയാൻ എന്റെ അടുത്ത് വരരുത്. വിശക്കുന്നേ വല്ലതും കഴിച്ചേച്ചും പോ. ആരാ ആരാ അങ്ങനെ പോയാലോ? ഈ നിൽക്കുന്ന വൈശാഖ സാർ ആരാണെന്നറിയാവോ? മിണ്ടരുത് അച്ചായ, ഇതൊരു വട്ട് കേസാ. പെട്ടെന്ന് വിട്ടോ. തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വീടിന് പുറത്ത് വന്ന് അഭ്യാസം കാണിക്കരുത്. പോടോ. എന്ത് കൂവാ? അതെ സാറിനൊരു പ്രശ്നം വരുന്നിടത്തൊക്കെ ഞാൻ വരണ്ടേ? ഒന്ന് പോടോ. അങ്ങോട്ടല്ല സാറേ, നമുക്കൊരു കാര്യം ചെയ്താലോ? ബുദ്ധി ഉറയ്ക്കാത്ത മറ്റേതെങ്കിലും നിർമ്മാതാവിനോട് ഈ കഥ പറഞ്ഞാലോ? വേണ്ട. എടാ അച്ഛൻ്റെ കയ്യിൽ സൂപ്പർ സ്റ്റാറിന്റെ ഡേറ്റ് ഉണ്ട്, പിന്നെ കുറച്ച് മനുഷ്യത്വമുണ്ട്. എന്തായാലും അച്ഛൻ വിചാരിച്ചാലേ ഞാൻ രക്ഷപ്പെടും. നിർത്തന്റെ പ്രിയദർശന പിള്ളേ. വൈശാഖ സാറ് യുഗാന്തരങ്ങളായിട്ട് അനക്കാതെ വെച്ചിരുന്ന അമൂല്യ നിധികളാവാ. സൂക്ഷിച്ചു നിക്കണേ, പാമ്പുലിയൊക്കെ കാണും അവിടെ. പറയുമ്പോ വിഷമം തോന്നരുത് കേട്ടോ. നിങ്ങളെയൊക്കെ സമ്മതിക്കണം. ഓരോരുത്തർ തന്ന അപേക്ഷകളാന്നേ ഇതുപോലെ കെട്ടിക്കിടക്കുന്നത്. ഇന്നത്തെ ഉച്ചറക്കം പോയി. എന്റെ നാട്ടിലെ ഒരാൾ ആത്മഹത്യ ചെയ്തു. ഒരു സദാശിവം പിള്ള. കാരണം എന്നാന്നറിയോ? പ്രതീക്ഷിച്ച സമയത്ത് കാർഷിക ലോൺ പാസ്സായില്ല. ആണ്ടെ പല്ലിമുട്ട സൂക്ഷിക്കണം, പാമ്പിന്റെ മുട്ടയും കാണും. അപ്പോ സദാശിവം പിള്ള ആത്മഹത്യ ചെയ്തു. കടക്കാരെല്ലാം കൂടി വീട് വളയുന്നായപ്പോഴാ പുള്ളിക്കാരൻ കയറെടുക്കേണ്ടി വന്നതേ. ഇതുപോലൊരു ഓഫീസില് ഇതുപോലെ ഫയലൊക്കെ കെട്ടിവെച്ചിരുന്നോണ്ടാ പുള്ളി ആത്മഹത്യ ചെയ്തതേ. എന്ന് വെച്ച ഒരു ക്ലാർക്ക് വിചാരിച്ച ഒരാളെ കൊല്ലാനും ഒരു കുടുംബത്തെ വഴിയാധാരാക്കാനൊക്കെ പറ്റും. ഇല്ലയോ സാറേ?
പിന്നെ ഈ പറഞ്ഞ സദാശിവം പിള്ള എൻ്റെ അച്ഛനാ കേട്ടോ. എന്താണോ ഇത്? വന്നപാടെ ജോലി അങ്ങ് തുടങ്ങിയായിരുന്നു. 218 പെൻഡിങ് ഫയൽ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി രജിസ്റ്റർ ചേർത്തായിരുന്നു. അപ്പോൾ ഈ സെക്ഷനിൽ ഇത്രയും ജോലി ഉണ്ടായിരുന്നുള്ളൂ. എന്തേ ഇത്രയും പോരെ? ഇതിപ്പോ 2-3 ദിവസത്തിനുള്ളിൽ തീരത്തില്ലയോ? എല്ലാം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. സാധാരണ എല്ലാവർക്കും ആദ്യമേ ഒരു ട്രെയിനിങ് വേണം. നീ എവിടുന്ന ഈ ഫയലൊക്കെ കൈകാര്യം പഠിച്ചത്? അത് രാവിലെ റബ്ബർ വെട്ടും ഷീറ്റ് അടിക്കലൊക്കെ കഴിഞ്ഞാൽ ട്രക്കർ ഓടിക്കാൻ പോകും. എടാ നിന്റെ വർത്തമാനമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്രയും വലിച്ചു നീട്ടാതെ ഒന്ന് ചുരുക്കി പറയാവോ? സിറ്റിക്കാരെല്ലാരും ഇങ്ങനെ വാ തുറന്ന് വർത്താനൊന്നും പറയുകയില്ല. ആരെങ്കിലും വർത്താനം പറഞ്ഞു തുടങ്ങിയ കേൾക്കാനുള്ള ക്ഷമയും കാണിക്കാൻ. അതിനും വിശദീകരണം. നീ നിന്റെ സ്റ്റൈലിൽ തന്നെ സംസാരിച്ചു. ട്രക്കർ ഓടിച്ചു കഴിഞ്ഞിട്ട് മാർക്കറ്റിലെ പണയും കൂടി കഴിയുമ്പോഴത്തേക്കും 4 മണിയാവും. 4 മണി മുതൽ 6 മണി വരെ സൊസൈറ്റിയിലാണ്. അവിടെ ഓഫീസിൽ സുബ്രഹ്മണ്യൻ സാറിനെ സഹായിക്കും. സുബ്രഹ്മണ്യൻ സാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാനേജറാണ്. മനസ്സിലായി. അപ്പോ അദ്ദേഹത്തെ സഹായിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയ ശമ്പളമൊക്കെ കിട്ടുവേ. ശമ്പളം എന്ന് പറയുന്ന സുബ്രഹ്മണ്യ സാറിനെ സഹായിക്കും. അവിടുന്ന് കണ്ടിരിക്കും. അവിടെ ഇതൊക്കെ പഠിച്ചേ. ഇത്രയും ചെയ്യുന്നതിനാലും സർക്കാർ ഇത്രയും ശമ്പളമൊക്കെ തരുന്നത്. മതി അതൊക്കെ പോട്ടെ. നിന്റെ താമസം എന്തായി? താമസം ഇവിടെ സ്വാതി ലോഡ്ജിൽ നമ്മുടെ ഡ്രൈവർ വാസുവേട്ടനാ ശരിയാക്കി തന്നെ. അവിടെ താമസിക്കുന്ന ഒരാളുണ്ട് കേട്ടോ. ഭയങ്കര എനിക്ക് കുറച്ച് ജോലിയുണ്ട്. നീ ചെല്ല. പിന്നെ പറയാ. ബോറടിച്ചായിരുന്നോ? ഇല്ല. അത് ഞാൻ ചോദിക്കേണ്ട ചോദ്യോ? എന്റെ റൂമിൽ കടന്നു വന്നിട്ട് എന്നോട് ഞാൻ ആരാണെന്ന് നീ ആരാ? ഞാൻ പ്രിയൻ. ആർക്ക് പ്രിയൻ? അല്ല പറഞ്ഞില്ലായിരുന്നു ഞാൻ ഇവിടെ താമസിക്കാൻ. ഓ എന്റെ റൂം ഷെയർ ചെയ്യാൻ വന്നാണ്. വാസു വിളിച്ച് പറഞ്ഞിരുന്നു. അടുക്കള സമയത്താണ് നാട്ടിൽ നിന്ന് വന്നത്. ഓക്കെ പ്രിയ, ഞാൻ കണ്ണപ്പൻ, സീനിയർ സൂപ്രണ്ട്, വകുപ്പ് തൊഴിൽ. പറഞ്ഞായിരുന്നു. ചേട്ടായിക്ക് കഞ്ഞിയും തോരനും പപ്പടമൊക്കെ എടുക്കട്ടോ? നോ പപ്പടക്ക് കഴിക്കാൻ പറ്റൂല. വെളിച്ചെണ്ണേ കൊളസ്ട്രോള് 300 കഴിഞ്ഞു. കഞ്ഞി പാടില്ല, ഷുഗറാ. അച്ചാറും പറ്റില്ല, BP ഉള്ളതാണേ. ഇതാണ് ഇപ്പോഴത്തെ എന്റെ മെനു. ഒരു ശരാശരി മലയാളിക്ക് ഇപ്പൊ നേരെ പോയി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കണ്ടിട്ടില്ലേ? കല്യാണ സദ്യക്ക് ആക്രാന്തത്തോടെ തള്ളിക്കയറും. എന്തിനാ ഓരോന്ന് വിളമ്പുമ്പോ വേണ്ട വേണ്ട എന്ന് പറയാനാ? അസുഖമാണേ. അപ്പോ ചേട്ടായി ഒന്നും കഴിക്കാറില്ലയോ? ഒന്നും കഴിക്കാതിരിക്കാനും പറ്റില്ല, അൾസർ അടിക്കും. അതുകൊണ്ട് കിടക്കുന്നതിന് മുമ്പ് ഇതും കഴിക്കും. അപ്പോ കല്യാണം കഴിച്ചാണോ? അതും കഴിച്ചിട്ടില്ല. ഇതൊന്ന് കഴിച്ചോട്ടെ. കല്യാണക്കാരും പറയുമ്പോ പ്രഷർ കൂടും. ലേബർ വകുപ്പിൽ LDC ആയി കയറിയപ്പോ വിവാഹാലോചനകൾ വന്നതാ. സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ. വിവാഹ മാർക്കറ്റിൽ ഡിമാൻഡ്. 50 പവനും വീട് കാർ ഓഫർ വന്നു. അപ്പൊ എന്റെ അമ്മ മക്കളെ കണ്ണപ്പ, LD ക്ലാർക്കിന് ഇത്രയും റേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് UD ക്ലാർക്ക് ആയാൽ നല്ല ഓഫർ വരില്ലെന്ന് ഞാൻ 5 വർഷം വെയിറ്റ് ചെയ്തു. വയസ്സ് 35. UDC ആയി ആലോചന വന്നു. അപ്പൊ അമ്മ പറഞ്ഞു, മക്കളെ കണ്ണപ്പ ഹെഡ് ക്ലാർക്ക് ആയിട്ട് പോരെയെന്ന്. വെയിറ്റ് ചെയ്തു. 40-ാം വയസ്സിൽ ഹെഡ് ക്ലാർക്കായി. 45 ജൂനിയർ സൂപ്രണ്ട്, 50 സീനിയർ സൂപ്രണ്ട്, ഇപ്പൊ 52 നടപ്പ്. അമ്മ പറയുന്നതേ 54 AEOവും. അപ്പൊ നല്ല സ്വീകരണം കിട്ടുമെന്നാ. ജാതകത്തിൽ കാണുന്നത് അമ്മ അടുത്ത വർഷം നാട് നീങ്ങുന്ന. അങ്ങനെയാണെങ്കിൽ റിട്ടയറിന് മുമ്പ് ഞാൻ കെട്ട് കെട്ടും. അതിരിക്കട്ടെ, നിന്റെ കെട്ട് കഴിഞ്ഞോ അതോ പുററിഞ്ഞ് നിൽക്കുകയാണോ? അമ്മയുണ്ടെങ്കിൽ ആദ്യം തട്ട്, എന്നിട്ട് സ്ത്രീധനം വാങ്ങി ഒരുത്തിയെ കെട്ട്. സുന്ദരിയും സുശീലിയുമായ ഒരുത്തിയെ നോക്കടോ. എനിക്ക് സന്തോഷം ഒന്നും അറിഞ്ഞിട്ടില്ലാത്തൊരു പെങ്കൊച്ചിനെ മതിയെന്നേ. എങ്ങനെ?
സന്തോഷം? സന്തോഷം അറിയാതെ പെങ്കൊച്ചെന്ന് പറഞ്ഞാൽ അത് എന്നാ പറയണ്ടേ. എന്നെ കൂടി ആയിരിക്കണം അവളെല്ലാ സന്തോഷങ്ങളും അറിയേണ്ടത്. കുറച്ച് കഷ്ടപ്പാടും പ്രയാസത്തിലൊക്കെ വളരുന്ന പെങ്കൊച്ചായിരിക്കണം. അങ്ങനെയുള്ളൊരു പെങ്കൊച്ചിന് ജീവിതം കൊടുക്കുമ്പോൾ അതൊരു സുഖം. ഇതൊരു അസുഖ, ഗുളിക വിഴുങ്ങണം എന്ന് വെച്ച് കാശുകാരി പെൺപിള്ളേർ മോശമൊന്നല്ല കേട്ടോ. എനിക്ക് ശരിയാകുകയല്ല, അത്രേ ഉള്ളൂ. ഞാൻ വാങ്ങുന്ന ശമ്പളം അല്പം മിച്ചം പിടിച്ചൊക്കെ ചെലവാക്കുന്നവളായിരിക്കണം എൻ്റെ ഭാര്യ. ആഴ്ചയിലൊരിക്കൽ അവളുമായിട്ട് എനിക്ക് തോനക്കാടി ചന്തയിലൊക്കെ ഒന്ന് പോകണം. എൻ്റെ കാശുകൊണ്ട് അവൾക്ക് വളയും മാലയൊക്കെ മേടിച്ചു കൊടുക്കണം. ഞാൻ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രങ്ങളായിരിക്കണം അവൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങൾ. എങ്ങനെ? ഭാഗ്യം പിറന്നൊരു പെൺകുട്ടി നിനക്ക് വേണ്ടി എവിടെയോ കാത്തിരിപ്പുണ്ട്. ഭയങ്കര ഒച്ചയുണ്ടല്ലയോ? ഇതും മൊത്തം ഇളകിയിരിക്കുക. ഉറപ്പിച്ചില്ല താഴെ പോരും. അതാ എവിടെ? പിടുത്തപ്പെട്ടു പോയതാ. ഞങ്ങള് ഹൈറേഞ്ചുകാർക്ക് ഇതൊക്കെ ഒരു പതിവാ. റബ്ബറേന്നും പാറേന്നൊക്കെ ദിവസം വീഴ്ചയാ. അടെ 3 വർഷം മുമ്പ് എവിടെ അടെ 3 വർഷം മുമ്പ് ട്രക്കറേന്ന് വീണതാ. നമ്മുടെ സാബാഷിന്റെ വീടിന്റെ മുന്നേ വെച്ച് മാർക്കറ്റിലോട്ട് ലോഡും കൊണ്ട് പോവായിരുന്നു. ഒരു കോഴി വട്ടം ചാടിയുന്നേ. ഒറ്റ വെട്ടിയിലായിരുന്നു. ആണ്ട് താഴെ കിടക്കുന്നു. ഇപ്പൊ വീണ് ശരീരത്തിന് ഒരു ബലമൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ചെറിയ അപകടങ്ങളൊക്കെ വന്നാലും നേരിടാനുള്ള ശക്തിയൊക്കെ ആയിന്നേ. കല്ല് വെച്ചായിരുന്നോ? കൊച്ചേ, അവിടുത്തെ ജോലിക്കാരിയാണോ? അതെ. തോന്നിയായിരുന്നു. എവിടെ വീട്? എവിടാ? എന്റെ വീടൊക്കെ തൊടുപുഴയില് തോനക്കാടാ. കൊച്ചിന്റെ വീട് എവിടാ? ഒറ്റപ്പാലം. ഒറ്റപ്പാലം കേട്ടിട്ടുണ്ടോ? അച്ഛനായി വാ. കൂലിപ്പണിയാന്നോ? അച്ഛനില്ല, അമ്മയെ ഉപേക്ഷിച്ചു പോയി. ഞങ്ങളിപ്പോ വല്ലാത്ത കഷ്ടത്തിലാ. നന്നായി. എന്താ? അല്ല, എന്റെ അമ്മ എപ്പോഴും പറയുവേ തള്ളത്ത് നിന്നാ വളരുകയില്ലാന്ന്. കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോ കിട്ടുന്ന ചെറിയ സുഖം ഉണ്ടല്ലോ, അത് വലിയ സന്തോഷമാണ്. നേരെ മറിച്ച് സുഖിച്ച് ജീവിക്കാൻ വേണ്ടല്ലോ, എത്ര കിട്ടിയാലും തൃപ്തി വരികയല്ല. ആണോ? കൊച്ചെന്നായി വാ. ഞാൻ വരുവാ. എന്നെ വിളിക്കുന്നു. ചായ കുടിച്ചായിരുന്നോ? കാണാൻ കേട്ടോ. ഓ വരുന്നേ. ആരത്? അയ്യോ, ഒരു വാചകം പറയേണ്ട സ്ഥലത്ത് 9 വാചകം പറയുന്ന ആളാ. പ്രിയൻ ഫ്രം തോന്നക്കാട്, തൊടുപുഴ. അല്ല, ഈ വാചകാടി പെണ്ണുങ്ങളെ കാണുമ്പോ മാത്രമേ ഉള്ളോ അതോ സ്ഥിര സ്വഭാവമാണോന്ന് എന്റെ സംശയം. വാ, എന്നെ കണ്ട ജോലിക്കാരിയാണെന്ന് പറയോ? എന്താ? അയാൾ എന്റെ അടുത്ത് ചോദിക്കാ ഞാനിവിടുത്തെ ജോലിക്കാരിയാണോന്ന്. ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്തു. വരട്ടെ. നിന്റെ ഈ കോലം കണ്ട ആർക്കും അങ്ങനെ തോന്നും. നടക്ക്, അങ്കിൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പുറത്തെ ലോഡ്ജിലെ കക്ഷിയായിട്ട് ഞങ്ങൾ ഒരു ചെറിയ ചാറ്റിംഗ്. നന്ദകുമാർ വിളിച്ചിരുന്നു. നെട്ടൂർ കോളനിയിലെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഒരു വല്ലാത്ത സ്ഥലമായി ഈ കോളനി. പ്രോജക്റ്റിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് എടുക്കുക, തിരിച്ചു വരിക. അവിടുത്തെ അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങളിലൊന്നും ഇടപെടരുത്. അതെങ്ങനെയാച്ചാ? MSW എന്ന് വെച്ചാ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്കിന്റെ മാസ്റ്റർ ആവണമെങ്കിൽ സൊസൈറ്റിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണ്ടേ? അവരുടെ പ്രശ്നങ്ങൾ, കുടുംബകാര്യങ്ങൾ, ഇനി ഭർത്താക്കന്മാർ മദ്യപിക്കുന്നവരാണെങ്കിൽ അതിന്റെ കാരണങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാം സ്റ്റഡി ചെയ്യണ്ടേ? പിന്നെ കുടുംബശ്രീ യൂണിറ്റിൽ പോയപ്പോ ചെയ്ത പോലെ പിള്ളേരെ കുളിപ്പിക്കലൊന്നും വേണ്ട. ഒക്കെ ചെയ്യും. ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഇലക്ഷന് നിക്കണം. ചെലപ്പോ ജയിച്ച് മന്ത്രിയാവില്ലെന്ന് ആര് കണ്ടു? അച്ഛൻ എന്തായാലും നന്ദനങ്ങളുടെ അടുത്ത് പറഞ്ഞോളൂ. കോളേജിൽ ചെന്നിട്ട് ഞങ്ങൾ ഒരു 6 പേര് കൃത്യം 11 മുമ്പ് ആ കോളനിയിൽ എത്തുന്നു. അച്ഛാ, രേവതിയുടെ കോളേജിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്. വല്ലതും പറഞ്ഞിരുന്നോ? ഇല്ല. അയ്യോ, ഈ കുട്ടിയുടെ ഒരു കാര്യം. നിക്കേ രേവതി. എന്താ മീരെ? ഇങ്ങ് വാ. നിന്റെ കോളേജിൽ നിന്ന് ടൂർ പോകുന്നുണ്ടോ? പക്ഷെ എനിക്ക് താല്പര്യമില്ല ആന്റി. ഒറ്റ അടി വെച്ച് തന്നാണ്ടല്ലോ. ഇത് വലിയ കഷ്ടമായല്ലോ.
രേവതി നോക്ക്, ഞങ്ങളുടെ ഔദാര്യം പോലെയൊന്നുമല്ല നിന്നെ എവിടെ നിർത്തി പഠിപ്പിക്കുന്നത്. നിന്റെ അച്ഛനോട് എനിക്കൊരു കടപ്പാടുണ്ട്. കഷ്ടകാലം ആർക്കും വരും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം വീടായേ കാണാവൂ. പഠിപ്പിന് ആവശ്യമായി എന്തും, ഫീസ്, ഡ്രസ്സ്, ബാക്കി എന്തുണ്ടെങ്കിലും ചോദിച്ചോണം. പിന്നെ നല്ല മാർക്കും വാങ്ങണം. ദേ, ടൂർ ഫീസ് അങ്ങ് കൊടുത്തേരും. ശരി. സോഷ്യൽ വർക്കറേ, ബൈ. ഏറ്റവും കൂടുതൽ വൃത്തികേടുള്ള സ്ഥലമാണ് ഇപ്പൊ ഏറ്റവും വലിയ സിറ്റി. എന്താ? അല്ല, ഇങ്ങനെ റോഡിലേക്ക് വേസ്റ്റ് എടുത്ത് എറിയുന്നവരാ ശരിക്കുള്ള വേസ്റ്റ് എന്ന് പറയുമായിരുന്നു. തോന്നിക്കാടാണ് കൊള്ളാലോ. തോന്നിക്കാട് ഈ താലൂക്ക് ഓഫീസിലേക്കുള്ള ബസ്. ഏയ്, നമ്മളിന്ന് രാവിലെ കണ്ടല്ലായിരുന്നോ? ഒരു വ്യത്യാസം കേട്ടോ. കണ്ട വേലക്കാരതി ഒന്നും പറയത്തില്ല. അല്ല, ഞാൻ ഈ ഡ്രസ്സിങ്ങിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കേ. ആണോ? ഞാനും അങ്ങനെ തന്നെ. നമ്മൾ അധ്വാനിക്കുന്നവരുടെ ആയുധം എന്ന് പറയുന്നത് ശരീരമാണ്. അപ്പൊ കൊള്ളാവുന്ന ഡ്രസ്സ് ധരിക്കുന്നത് ആ ശരീരത്തെ ബഹുമാനിക്കുന്നതിന് തുല്യമില്ല. ആർഭാടാകരുത് കേട്ടോ. പക്ഷെ ഇത് നല്ലതാ. എന്തിനാ അച്ഛൻ അമ്മ ഉപേക്ഷിച്ചു പോയ? അച്ഛനോ? ആ, പറഞ്ഞല്ലായിരുന്നു? ഓ, അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചു പോയത് മദ്യപാനം. അടുത്ത മദ്യപാനായിരുന്നു. ശരിയാ. ഈ ചത്തെടുത്തും പെറ്റെടുത്തും ഇപ്പൊ മുംബൈ നിൽക്കുന്ന മദ്യോ. എന്റെ അച്ഛൻ പോയത് അങ്ങനെ നല്ല വെള്ളോടിക്കാരനായിരുന്നു. നമ്മള് തമ്മിൽ ഭയങ്കര സാമ്യം ഉണ്ടല്ലോ. ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? കോളേജിലേക്ക്. ആ, കോളേജിലേക്കോ? അല്ല, കോളേജില് സാറിന്റെ മോള് രേവതിക്ക് ഇതൊക്കെ കൊടുക്കണം. കാശുകാരങ്ങനെയാണല്ലോ, ലഞ്ചും മറ്റും ജോലിക്കാരും കൊണ്ട് കൊടുക്കണം. അതിപ്പോ എന്നതിനാ ഇത്ര വലിയ നിരാശയായിട്ടൊക്കെ പറയുന്നത്? അത് നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ സന്തോഷത്തോടു കൂടി അങ്ങ് ചെയ്യണമെന്നേ. എവിടെ കോളേജ്? എവിടെ? ഇവിടെ ഈ മാധവപുരത്ത്. ഏയ്, നമ്മുടെ താലൂക്ക് ഓഫീസ് കഴിഞ്ഞിട്ടല്ലേ? അവിടെ തന്നെ. താലൂക്ക് ഓഫീസ് വഴിയല്ലേ? അയ്യോ, കേറില്ല. അല്ല, ഇത് ആ വഴിയാന്ന്. വരാടോ പോയി. ഇയാള് കിടന്ന് പോവാ. ആന്നേ. ഞാനും 2 മാസം ബസ്സിലെ കിളിയായിരുന്നു. പക്ഷെ സ്ത്രീകൾ കയറുമ്പോ ഇതേ കണക്ക് പോസ്റ്റ് ഇട്ട പോലെ നിൽക്കുകയല്ലായിരുന്നു. ചേട്ടാ, 2 ടിക്കറ്റ്. ഒരു താലൂക്ക് ഓഫീസ്, മാധവൂര്, ഒരു മാധവൂര്. ഹലോ, എന്നാ പേരെന്നാ? രാധാകൃഷ്ണൻ. അല്ലാതെ രാധാന്നല്ലല്ലോ. ഇതേ സ്ത്രീകളുടെ സീറ്റാ. സ്ത്രീകൾ ഇതുപോലെ നിൽക്കുമ്പോഴാണോ ഇതുപോലെ പുരുഷന്മാരെ കയറിയിരിക്കുന്നത്? എണീറ്റ്. താൻ അവിടെ പിന്നെ അല്ല, വേണ്ട. നീ ഒന്നും വരുന്നേ. ഇതേ നിയമങ്ങൾ അനുസരിക്കാൻ തന്നെ ഉള്ളതാ. എവിടെയെങ്കിലും മൂത്രമൊഴിക്കാൻ പാടില്ലെന്നുള്ള ബോർഡ് കണ്ടെങ്കിൽ അവിടെ മൂത്രമൊഴിക്കുന്ന പാർട്ടികളാ. ഒന്ന് പതുക്കെ പറടൂ. ഇതുപോലെ പതുങ്ങി നിൽക്കുന്നോണ്ടാ അമ്മ പെങ്ങന്മാർ ഇതുപോലെ നിൽക്കേണ്ടി വരുന്നത്. അതെ, ഞങ്ങളുടെ നാട്ടിലൊരുത്തരുണ്ട്. എന്റെ നാട് തോന്നക്കാടാ. ഒരു ഫിലിപ്പ്. ആകാശത്തിന് താഴെ അവൻ മാത്രമേ ഉള്ളൂ അവന്റെ വിചാരം. വായി തോന്നി എന്തും വിളിച്ചു പറയും. പെണ്ണുങ്ങളെ നോക്കിയേ, വഴി നടക്കാൻ സമ്മതിക്കുകയല്ല. അവസാനം ഞാനും കിഴക്കേതിലെ ജ്യോതിയും പ്രകാശനും കൂടി അവൻ അങ്ങ് ഒതുക്കാന്ന് വിചാരിച്ചു. പറഞ്ഞില്ലല്ലോ, പ്രകാശൻ അപ്പം മിലിറ്ററിയില്ല. അങ്ങനെ ഞാനും ജ്യോതിയും പ്രകാശൻ. പൊന്നു സഹോദര, ഞാൻ തോറ്റു. ഇതെന്താ റേഡിയോ ആണ്? ഇതിലും ഭേദം നിൽക്കണം. ഇങ്ങോട്ടിരുന്നോളൂ. എന്റെ അമ്മോ, ഇനി ചേച്ചി പോയിരുന്നോളൂ. സ്ഥലമുണ്ടല്ലോ, കറക്റ്റ് സീറ്റ്. അതാ നല്ലത്. പുതുമോടിയാണല്ലേ? ഹലോ, ഞാനും ആ സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ബഹളം വെച്ച് ഭാര്യയ്ക്ക് സീറ്റൊക്കെ പിടിച്ചു കൊടുക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അതന്ന്. ഇപ്പൊ ഞാണ്ടല്ലോ എവിടെങ്കിലും പോയി ഇരിക്കാൻ പറയും. കല്യാണം കടുപ്പം തന്നെ സ്വാമിയേ. എന്താ നിന്റെ ഉദ്ദേശം? ആ പ്രിയൻ അവനത് സീരിയസ് ആയിട്ട് എടുത്തിരിക്കുക. എന്തോന്നാ അങ്കിൾ ഇതറിഞ്ഞ എന്തൊക്കെ ഉണ്ടാവാന്ന് വല്ല വിചാരമുണ്ടോ നിനക്ക്? വരട്ടെ, അറിയാനൊക്കെ ഇനി സമയം കിടക്കല്ലേ. ഒരു പാവം തോന്നക്കേട്ടുകാരനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. ആദ്യം ഞാനും അതേ വിചാരിച്ചുള്ളൂ. പക്ഷേ സത്യം പറഞ്ഞ ഇപ്പൊ ഞാനൊരു വല്ലാത്ത അറ്റാച്ച്മെന്റില്ല.
ഈ ഡ്രാഫ്റ്റിംഗ് കറക്റ്റ് ആണോ നോക്കിയ പ്രിയ? ശോഭ സാറേ, നമ്മുടെ നീനുമോക്ക് പ്രിയനെ കാണുമ്പോ ആകപ്പാടെ ഒരു സംശയമാണല്ലോ. എന്നാ പിന്നെ പ്രിയ, ഓ നീനുവിന്റെ വീട്ടിൽ നമ്മളൊന്ന് സംസാരിക്കട്ടോ? എന്നതാ? രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ അതങ്ങ് നടക്കട്ടെ എന്ന്. എന്നാ നടക്കട്ടെ എന്ന്? കല്യാണമായി. നിങ്ങൾ ഈ നീനി കൊച്ചിനെ വെറുതെ കളിയാക്കാന്നോ? ഇതിനൊക്കെ സ്വയംഭര ആമ്പിള്ളേര് വേറെ കിട്ടുന്നേ. നമ്മളൊക്കെ പാവം തോനക്കാട്ട്. പിന്നെ നമുക്കൊക്കെ പറ്റിയൊരു പെങ്കൊച്ചിനെ ഞാൻ തന്നെ അങ്ങ് കണ്ടുപിടിച്ചായിരുന്നു. അത് ശരി. എടാ ഭയങ്കര ഞാൻ താമസിക്കുന്ന ലോഡ്ജില്ലയോ, അതിനടുത്തുള്ള പെങ്കൊച്ച. ഒരു പാവം പിടിച്ചതാണ്. വെയിൽ കൊള്ളാനും വെള്ളം കോരാനൊന്നും അതിന് യാതൊരു മടിയില്ല. ആളെങ്ങനെ പ്രിയ? സുന്ദരിയാണോ? സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ കണ്ണിലല്ലേ. എന്റെ കണ്ണിൽ ആ പെങ്കൊച്ചും, ആ പെങ്കൊച്ചിന്റെ കണ്ണിൽ ഞാനും ഓക്കെ. ആ എന്റെ പെങ്ങടെ കല്യാണം കഴിഞ്ഞ ഉടനെ കാണും. നമ്മുടെ പെങ്കൊച്ചിന് അത്ര വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ചാൽ രജിസ്റ്റർ മാരേജ് ഒന്നും ആയിരിക്കത്തില്ല. 4 ആളുകളുടെ മുന്നേ വെച്ച് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നല്ലോ അവളുടെ അഭിമാനം എന്ന് പറയുന്നത്. ആ അതിനുള്ള സെറ്റപ്പൊക്കെ ഞാൻ ഒരുക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു ബസ്സും പിടിച്ച് പാട്ടൊക്കെ പാടി അങ്ങ് പോവാം. കോലക്കാടൊന്നും ചിലപ്പോ ഒരു ബസ് കാണും. ഞാനിത് സാറിനോട് പടം കഴിഞ്ഞോ സാറേ? ആരാ? അയ്യോ, അതല്ല വൈശാഖൻ സാറ്. പുള്ളിക്കാരന്റെ ഒഴിവിലല്ലേ പ്രിയൻ ഇവിടെ കേറിയത്. പക്ഷെ ഇപ്പോഴത്തെ ഈ വരവിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ.